ഹലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വർക്കലയിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. 2 ദിവസം അടിച്ചു പൊളിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം വർക്കല ബീച്ചിലും വർക്കലയിൽ മാത്രമായിട്ട് അങ്ങ് കറങ്ങി അടിച്ച് ചിലവഴിച്ചു. പിന്നെ രണ്ടാമത്തെ ദിവസം ഒന്ന് കറങ്ങാനൊക്കെ പോയി, അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം ഇവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുമായിരുന്നു കേട്ടോ. അന്ന് രാവിലെ ആണുങ്ങളൊക്കെ ഒന്ന് ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ടൊന്ന് പോയി. അതിന് ശേഷം വന്നിട്ട് കുട്ടികളെയും കൊണ്ട് ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ട്രെയിനിനാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ട്രെയിനാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് കുറച്ചൊന്ന് മടുത്തു കേട്ടോ. പിന്നെ ട്രെയിനിലേക്ക് കയറി കുട്ടികളൊക്കെ ഒന്ന് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കുറേ മടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവർ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും മൊബൈൽ നോട്ടം പോലും. അങ്ങനെ ഞങ്ങൾ വർക്കലയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്കാണ് പോയത് കേട്ടോ. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ക്യാബ് പിടിച്ച് ഞങ്ങൾ പോകുന്നത് പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്കാണ്. അപ്പോൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ വെൽക്കം ഏരിയയിലേക്ക്, അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിയതിൻ്റെ വിശേഷങ്ങളാണ് ഈ കണ്ടത്. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഒന്ന് മടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ ട്രെയിനും കൂടെ ലേറ്റായി, ഭയങ്കര ചൂടുമായിരുന്നു, കുറച്ചൊന്ന് മടുത്തു കേട്ടോ. പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ വെൽക്കം ഏരിയയിലേക്ക് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബോട്ട് കിട്ടുന്നത്. അവിടെ നിന്ന് ബോട്ടിന് വേണം റിസോർട്ടിലേക്ക് പോകാനായിട്ട്. അത് എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഐലൻഡിലൊക്കെ ആയിട്ട് താമസിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ബോട്ടിന് കയറി ഐലൻഡിൽ പോവുക, പിന്നെ അവിടെ സ്റ്റേ ചെയ്യുക. അപ്പോൾ ആ ബോട്ടിന് കയറി ഐലൻഡിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളീ പോണ വഴിക്കാണെങ്കിലും വേറെ കുറച്ച് റിസോർട്ടുകളൊക്കെ കാണാം. അപ്പം അത് ഏതൊക്കെയാണ്, അതിൻ്റെ പേരെന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ബോട്ടിന് പോയി നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ റിസോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതാ കണ്ടോ, എന്നാ ഭംഗിയാണ് കാണാമെന്നറിയോ. മാലിയിലൊക്കെ നമ്മൾ കണ്ട പോലെ, മാലിയിൽ ഞാൻ പോയിട്ടില്ല, ഫോട്ടോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അതുമാതിരിയുള്ള ഫ്ലോട്ടിംഗ് റൂംസ് ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഇതിനെ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ 4 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടുതൽ റൂംസും ഉള്ളത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ പോയി കഴിയുമ്പം അതിനനുസരിച്ചുള്ള റൂംസ് കുറവാണ് ഇവിടെ, ഫ്ലോട്ടിംഗ് റൂംസ്. അപ്പോൾ ഞങ്ങൾ 4 ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ഫാമിലിക്കും അടുത്തടുത്ത റൂംസൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫ്ലോട്ടിംഗ് റൂം കിട്ടിയില്ല, വേറെയാണ് നോർമൽ റൂമാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ് റിസപ്ഷനിലേക്ക്. ആ പോണ വഴിക്കൊക്കെ എന്നാ ഭംഗിയെ കാണാമെന്നറിയോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. തെങ്ങുംതോപ്പും നിറയെ പുല്ലൊക്കെ ആയിട്ട്, ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട്, റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന വഴിയുടെ സൈഡിൽ കൂടെ പനയൊക്കെ വെച്ച് നല്ല രസമാണ് കാണാൻ. നമ്മുടെ ലഗേജസൊക്കെ അവർ തന്നെ കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നു പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നത്. അതുകൊണ്ട് അതുപോലെ ഒരു തിക്കും തിരക്കുമൊക്കെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റിസപ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പം നമ്മളെ അവർ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു കേട്ടോ. ആ ഒരു തരം കക്കയുടെ മാലയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിപ്പൊക്കെ എവിടെ വിട്ടുപോയോ അറിയത്തില്ല. ഞാൻ കുറേ തപ്പി നോക്കി, കണ്ടില്ല കേട്ടോ. റിസപ്ഷനിൽ നിന്ന് ചെക്കിനൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്താ രസമാണ് കാണാമെന്നറിയോ. ഇതാണ് നമ്മുടെ റൂം. അടിപൊളി റൂമാണ്. എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം, നല്ല അലമാരി, പിന്നെന്താണ് വാഷ്റൂം, TV, പിന്നെ സോഫ, അങ്ങനെ എല്ലാ റിസോർട്ടുകളിലും കാണുന്നത് പോലെ എല്ലാ നല്ല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റൂമുകളിലേക്കും അവരിങ്ങോട്ട് ചോദിച്ചു തന്നെ എക്സ്ട്രാ ബെഡൊക്കെ കൊണ്ടുവന്ന് ഇട്ടു. പിന്നെ വെള്ളമൊക്കെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. ആ വാട്ടർ ബോട്ടിൽ അവർ നിറച്ച് തരുമായിരുന്നു കേട്ടോ. എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഈ റൂമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന ഈ ബാൽക്കണിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബാൽക്കണി. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് അവിടുന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാഴ്ചകളും സൂപ്പറായിരുന്നു കേട്ടോ. അവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷം 2 ദിവസത്തേന് പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്ന ഇത് കണ്ടോ, ഇതുവഴിയാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോയത്. ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഒരു ആയുർവേദിക് സംഭവമുണ്ട്. അവിടെ ഡോക്ടർക്ക് വരും. അവിടെ വേറെ റൂംസും വേറെ സ്വിമ്മിംഗ് പൂളും ഒക്കെയുണ്ട്. അപ്പോൾ അവിടെ പോയി ഡോക്ടറെയൊക്കെ കണ്ട് അവിടുത്തെ ചികിത്സയൊക്കെ തേടി അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞങ്ങൾ ഈ സൈഡിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂം കിട്ടിയിരിക്കുന്നത് അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ 4 റൂമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടി കേട്ടോ.
ഈ റൂമിലേക്ക് പോകുന്ന ഈ വഴികളൊക്കെ ഇതിവിടെ ഇങ്ങനെ കുറച്ച് റൂമുകളുണ്ട്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വെള്ളമാണ്. അപ്പോൾ നമുക്കതിലൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും നല്ല വീഡിയോസൊക്കെ ഞാൻ എടുത്തു തരുന്നതൊക്കെ എവിടെ പോയി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു മൊബൈലിന്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോ എന്തൊക്കെയോ സ്പേസിൻ്റെ ഇഷ്യൂ കാരണം തന്നെ എന്തൊക്കെയോ പറ്റി, കുറേ വീഡിയോസ് ഒന്നും സേവ് ആകാതെയോ എന്തൊക്കെയോ പറ്റി, എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്, വലിയൊരു സ്വിമ്മിംഗ് പൂള് കേട്ടോ. അതുള്ളത് ശരിക്കും റിസപ്ഷൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയ രീതിയിൽ നല്ല വലിപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂള്. പിള്ളേർക്കായിട്ടാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അവിടെ തന്നെയായിരുന്നു കളിയൊക്കെ, ഈ കുട്ടികൾക്കുള്ള ആ ഒരു സെക്ഷനിലെ. പിന്നെ ആക്ടിവിറ്റി റൂം, അതായത് ഇൻഡോർ ഗെയിംസും പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആയിട്ടൊക്കെയുള്ള പ്ലേ ഏരിയാസ് ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും നല്ല സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന്, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വേറെ മിക്കവാറും റൂമുകളിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവരും ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഞങ്ങൾക്കൊരു തിക്കും തിരക്കോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് നല്ല സൗകര്യമായിട്ട് ഇറങ്ങി നടക്കാനും പിള്ളേർക്കൊക്കെ കളിക്കാനും ഒക്കെ ആണെങ്കിലും അതിന് മാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. We were sparks on quiet streets, two hearts finding where to meet. പിന്നെ ഭക്ഷണം അടിപൊളിയായിരുന്നു. എല്ലായിടത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പിന്നെ ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഒക്കെ ഭക്ഷണം അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ചായയും കടിയും അത് നമുക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ, അതും കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത് നമുക്ക് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ. ആ ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഫറ്റേറിയ, അവിടെ നിന്ന് നമുക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് അവിടെ അടുത്തുനിന്ന് മേടിച്ചിട്ട്, അവിടെ കടി ഉണ്ടാവും അതും കൂടെ മേടിച്ചിട്ട് നമുക്ക് അവിടെ അടുത്തുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരയിലോ ബെഞ്ചിലോ പിന്നെന്താണ് അവിടെ ഊഞ്ഞാലും അതുപോലെ പുല്ലിനകത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാം. പിന്നെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ ബോട്ടിന് കയറി പിന്നെ പുറത്തേക്ക് പോയിട്ട് വേണം പോകാനായിട്ട്. പക്ഷേ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം അവിടെ പോയതേ അറിഞ്ഞില്ല. നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ എന്തുമാത്രം സ്ഥലമുള്ളത്. ഇത് കണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊന്നും ഒരാളെ പോലും കാണാനില്ല, അതുമാത്രം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പക്ഷേ എന്നാലും നമുക്ക് ഒരാളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുമാത്രം സ്പേഷ്യസ് ആണ് അവിടെയുള്ള സ്ഥലങ്ങളെന്ന്. അപ്പോൾ നമുക്കതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. 2-3 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ കാണാനും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയ സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് ഇതിന് മാത്രം ആൾക്കാരൊക്കെ ഉള്ളപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു. പക്ഷേ അവിടെ ഒരു 3-4 റെസ്റ്റോറൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് തിരക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ പുറത്തോടെ ഒന്നും ഒത്തിരി ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്നവരെ കൊണ്ട് അല്ലെങ്കിൽ വയ്യാത്തവരെ കൊണ്ടൊക്കെ നമ്മൾ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അധികം ഒന്ന് കറങ്ങാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ കറങ്ങി ഇവിടെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ആ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം അവിടുത്തെ ബാക്കി കാഴ്ചകൾ ഞാൻ വീഡിയോ ഇല്ല, ഞാൻ കുറേ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. എനിക്ക് അറിയത്തില്ല എവിടെ പോയി എന്ന്. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾക്കിതിൽ കണ്ട് മനസ്സിലാക്കാം ഇവിടുത്തെ ബാക്കി എങ്ങനെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back
Half truths in this late night chat, both of us knowing what a lie that. Funny how we talk like we're fine, but your name still lives in my rhyme. Take me back to the start, before the quiet and the scars. Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start, if only for a moment. If only for a moment. If only for a moment. Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start, if only for a moment. We were sparks on quiet streets, two hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start, if only for a moment. I've been up since 3, scrolling back what we used to be. Half truths in this late night chat, both of us knowing what a lie that. Funny how we talk like we're fine, but your name still lives in my rhyme. Take me back to the start, before the quiet and the scars. Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start, if only for a moment. If only for a moment.